ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്ന ആദ്യമേ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എ പ്രഷ്യസ് വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. കർത്താവ് ഈ ഒരു വർഷം നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ചില ആളുകളൊക്കെ ചിന്തിച്ച് കാണും, ഇങ്ങനൊരു പുതിയ വർഷത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റും. ഒരു 10 വർഷം മുമ്പൊക്കെ ചിന്തിച്ച് കാണും, ഇങ്ങനെയൊരു വർഷത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമോ. എന്നാൽ കർത്താവ് നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അവൻ്റെ വിശ്വസ്തത, അവൻ്റെ സ്നേഹം, അവൻ്റെ കരുതൽ എത്ര എത്ര വലുതാണ്. പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവൻ നമുക്ക് നല്ലവനാണ്, വിശ്വസ്തനാണ്, നമ്മളെ കരുതുന്നവനാണ്. എത്ര പേർ ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. ഈ ഒരു വർഷം ഇനി അങ്ങോട്ടൊരു 365 ദിവസം എന്ന് ഞാൻ കരുതുന്നു. ഈ 365 ദിവസത്തിൻ്റെ ഓരോ ദിവസവും കർത്താവിൻ്റെ പൊന്മുഖം കണ്ട് അവൻ്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആദ്യത്തെ ദിവസം തന്നെ നമ്മെ ഒന്ന് സമർപ്പിക്കാൻ. കർത്താവെ, ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, ഈ ആദ്യ ദിനത്തിൽ കർത്താവെ, ആദ്യ മണിക്കൂറുകളിൽ ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുകയാണ്. ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ഈ ഒരു വർഷത്തിലെ ഓരോ ദിവസവും അങ്ങയെ നോക്കി കണ്ട്, അങ്ങയിൽ നിന്ന് പഠിച്ച്, അങ്ങയുടെ ശബ്ദം കേട്ട്, അങ്ങയുടെ മുഖം കണ്ട് കർത്താവെ ഓരോ ചുവടും വെക്കുവാൻ കർത്താവെ, അതുമാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുത്തു വെക്കുന്ന ഓരോ ചുവടുകളും അത് സക്സസ്ഫുള്ളായി തീരുവാൻ, പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്കല്ല, പരാജയങ്ങളിൽ നിന്ന് ജയത്തിലേക്ക് കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, കൂടെ ഉണ്ടാകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് വെളുപ്പിനാണ് നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞത്. അതിശക്തമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു നടന്നത്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരുന്ന പല ആളുകളുമുണ്ട്. നിങ്ങൾക്കും അതൊരു അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ പറയപ്പെട്ട ഓരോ വചനങ്ങളും ഓരോ വാഗ്ദാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അത് എത്രയും പെട്ടെന്ന് പൂവണിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ നമുക്ക് മുംബൈയിൽ നിന്ന് ബിജു പാപ്പച്ചനാണ്. താങ്ക് യു ബ്രദർ ബിജു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ബിജു പാപ്പച്ചന് ഉയർന്ന സാമ്പത്തിക സ്ഥിതിയും സന്തോഷകരവും സമൃദ്ധവുമായ കുടുംബജീവിതവും ഉണ്ടാകുവാൻ, 2 ആൺമക്കളുടെയും വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ, അതോടൊപ്പം തന്നെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാൻ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അതോടൊപ്പം മറ്റൊരു സ്പോൺസർ കൂടിയുള്ളത് ഖത്തറിൽ നിന്ന് മേഘനാഥാണ്. താങ്ക് യു ബ്രദർ മേഘനാഥ്. കർത്താവ് ധാരാളമായിട്ട് മോനെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ മേഘനാഥിന് ഗവൺമെൻറ് ജോലി ലഭിക്കാൻ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേഘനാഥിൻ്റെ വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്ക് കോ സ്പോൺസേഴ്സായിട്ട് വൈപ്പിൽ നിന്ന് സീന സുരേഷാണ്. താങ്ക് യു സിസ്റ്റർ സീന. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജനുവരി 8 സീന സുരേഷിൻ്റെ ജന്മദിനമാണ് വരാൻ പോകുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ജനുവരി 8 മകൻ ശരത്തിൻ്റെ 29ാമത്തെ ജന്മദിനമാണ് വരാൻ പോകുന്നത്. എഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ശരത്ത് ഇൻ അഡ്വാൻസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ്റെ ദൈവഹിത പ്രകാരം തൻ്റെ വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ വഴികൾ തുറക്കണമേ. കുടുംബമായി അവർ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പ്രത്യേകമായ കൃപയ്ക്കുള്ളിൽ കർത്താവ് നിങ്ങളെല്ലാവരെയും പൊതിയട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. ഹാപ്പി ന്യൂ ഇയർ. ഒരു പുതിയ വർഷത്തിലേക്ക്, ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറലിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഒട്ടേറെ പുതുമകളോടുകൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്ര മോർണിംഗ് ഗ്ലോറിയിൽ നമ്മൾ തുടങ്ങുകയാണ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് ഈ വർഷം ഹിസ്റ്ററിയിൽ ചെയ്തിട്ടില്ല. അതുപോലെ ചില കാര്യങ്ങളാണ്. ബൈ ദ വേ, എത്ര പേർക്ക് നമ്മുടെ ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ ലഭിച്ചു? നമ്മുടെ ഇന്നലെ നടന്ന മീറ്റിങ്ങിലൊക്കെ ഇത് നമ്മൾ കൊടുത്തിരുന്നു. ആമസോണിൽ ലഭ്യമാണെന്നാണ് എൻ്റെ അറിവ്. ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ. ഒരു വർഷത്തെ മോർണിംഗ് ഗ്ലോറിയുടെ യാത്ര ഇനി നമ്മൾ ഇതിനോടൊപ്പമായിരിക്കും. സോ കിട്ടിയിട്ടില്ലാത്തവർ ആമസോണിൽ നിന്ന് എത്രയും വേഗം കരസ്ഥമാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് ഓടിച്ചെല്ലുക. എത്രയും വേഗം, ഒരു ദിവസം പോലും നമുക്ക് മിസ്സാകാനില്ല. സോ കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഓരോ മെസ്സേജ് സീരീസുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ഈ ഡയറിയുടെ പേജുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോക്കസ് അനുസരിച്ചായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. സോ ആദ്യമേ ഞാനൊന്ന് ഇത് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത് മറിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജ് മറിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ
ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ചും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ്, 4 QR കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അഡ്രസ്, കോൺടാക്ട്സ്, ലൊക്കേഷൻ, സോഷ്യൽ മീഡിയ, ബ്ലെസ്സിങ് ടുഡേ വെബ്സൈറ്റ്. ഇതെല്ലാം ചുമ്മാ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് നേരെ അവിടെ എത്താം. താഴെ ലിയ ഓപ്പറേഷൻസിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ QR കോഡുകൾ, അതിലേക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജിലേക്ക് വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേ മീഡിയയുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വാവ്, ഈ ഒന്ന് കയ്യിലുണ്ടെങ്കിൽ എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ, നിങ്ങളുടെ പേര്, വിവരങ്ങളെല്ലാം എഴുതാനുള്ള പേജുണ്ട്. അതിനുശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് മേജർ പ്രോഗ്രാംസ്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അപ്പോൾ സാറ്റലൈറ്റ് ബ്ലെസ്സിങ് സെൻറ്റേഴ്സ്, നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകൾ എവിടെയെല്ലാമാണുള്ളത്, അതും ടോപ്പ് റൈറ്റ് സൈഡ് കോർണറിൽ ഒരു QR കോഡുണ്ട്. അത് സ്കാൻ ചെയ്താൽ ഇതിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അല്ലാതെ തന്നെ ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് അവിടെ ഇന്ത്യയിലുള്ളത്, പല സ്റ്റേറ്റുകളിലുള്ളത്, ദുബായ്, ഖത്തർ, UK, US തുടങ്ങിയ കോൺടാക്റ്റ് നമ്പറുകളെല്ലാം ഉണ്ട്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലെ പേജിൽ ഹൗ ടു ജേണൽ, തന്നെത്താൻ ഒരു ദിവസം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരു വചനം ധ്യാനിക്കണമെങ്കിൽ റീഡ്, റിഫ്ലക്റ്റ്, റെസ്പോണ്ട്, റെക്കോർഡ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വർഷം പലരും അത് ചെയ്യില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനല്ലെങ്കിൽ ആരാണോ ഈ മോർണിംഗ് ഗ്ലോറി ലീഡ് ചെയ്യുന്നത് അയാൾ. ദെൻ ഇയർ അറ്റ് എ ഗ്ലാൻസ്, ഈ 2026 എങ്ങനെയിരിക്കും? ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ. എല്ലാവരും ഒന്ന് പറഞ്ഞ് ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ടൈപ്പ് ചെയ്തിടുക. കമൻറ്റ് സെക്ഷനിലിടാം, ലൈവ് ചാറ്റിലിടാം. ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസവും ഓരോ ഫോക്കസ് ആയിരിക്കും. സൂപ്പർ നാച്ചുറൽ തന്നെ പലതും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ജനുവരിയിലേക്ക് പ്രവേശിക്കുകയാണ്. ജാനുവരി 2026 സൂപ്പർ നാച്ചുറൽ ബിഗിനിങ്സ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. പ്രകൃത്യാതീതമായ അമാനുഷികമായ ആരംഭങ്ങൾ ഈ മാസം നമ്മൾ തുടങ്ങിയാണ്. ബൈ ദ വേ, ഇറ്റ് ഹാസ് ഓൾറെഡി ബിഗൺ. തുടങ്ങിക്കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ ഒരു പേജ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊഫറ്റിക് ഡിക്രി ഫോർ ദ മന്ത്. ഈ മാസത്തേക്ക് നമ്മൾ പ്രാവചനികമായ ചില പ്രഖ്യാപനങ്ങൾ നടത്താനുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ദിസ് മന്ത് ഐ സ്റ്റെപ്പ് ഇൻ ടു എ ന്യൂ സീസൺ ഓഫ് സൂപ്പർ നാച്ചുറൽ ബിഗിനിങ്സ്. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് മേക്കിംഗ് ഓൾ തിങ്സ് ന്യൂ ഇൻ മൈ ലൈഫ്. ഫ്രഷ് ഡോർസ്, ഡിവൈൻ ഐഡിയാസ് ആൻഡ് മിറക്കിൾസ് വിൽ ഫോളോ me each day. Wow, I'm really excited. അതിനുശേഷം ഒരു തീം വേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഐസയ 43 ആൻഡ് വേഴ്സ് നമ്പർ 19 കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ബിഗിനിങ്സിൻ്റെ ഫോക്കസ് പോയിൻറ്റ്സ് ഫോർ ജാനുവരി. ഈ മാസത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന 4 കാര്യങ്ങൾ: പ്രേയർ, ഫെയ്ത്ത്, ഒബീഡിയൻസ്, എക്സ്പെക്റ്റേഷൻ. അതിനുശേഷമാണ് ജനുവരി 1 പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. കയ്യിൽ ഈ ഡയറി ഉള്ളവർ എന്നോടൊപ്പം അതുവരെ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ ദ വേ, ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഈ പുസ്തകം ആവശ്യമുള്ളവർ ഇപ്പോൾ വാങ്ങണം. കാരണം ഇത് ഇനി പ്രിൻ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇത് വളരെ എക്സിക്യൂട്ടീവ് രീതിയിൽ, വളരെ ക്വാളിറ്റിയിൽ ഈഗിൾസ് ഡയറി, പ്രസിദ്ധമായ ഈഗിൾസ് ഡയറി ചെന്നൈയിൽ പ്രിൻ്റ് ചെയ്ത് വന്നതാണ്. എൻ്റെ ബൈൻഡേഴ്സ്, സ്വിച്ചിങ്, അതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങി എല്ലാം വളരെ ക്വാളിറ്റിയിൽ. കാരണം കുറഞ്ഞത് 1 വർഷമെങ്കിലും നിരന്തരം ഉപയോഗിക്കും. അതിനുശേഷവും ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. സോ എത്രയും വേഗം ആവശ്യമുള്ളവർ കരസ്ഥമാക്കുക. ഒന്നുകിൽ ആമസോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് ഞായറാഴ്ച ദിവസങ്ങൾ ഓടിച്ചെന്ന്. കൊച്ചിയിൽ ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് കിട്ടും. വാ, ഇനി ജനുവരി 1 പേജ് തുറന്നു വയ്ക്കുക. ഐ ജസ്റ്റ് വോണ്ട് ടു ഹെൽപ്പ് യു. ഒരു വചനം കയ്യിൽ കിട്ടിയാൽ എങ്ങനെ അത് ധ്യാനിച്ച് വലുതാക്കി വികസിപ്പിച്ച് ഒരു നല്ലൊരു തോട്ടാക്കി, നല്ലൊരു ബൈബിൾ സ്റ്റഡിയാക്കി, നല്ലൊരു പ്രസംഗമാക്കി, ഒന്നുമില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു നറിഷ്മെൻറ്റിന് വേണ്ടിയുള്ളൊരു വചനധ്യാനം എങ്ങനെ ചെയ്യാം, അത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജാനുവരി 1. സോ ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. ഓൾ ആർ വെൽക്കം. യാ, ഇതിൽ ബൈ ദ വേ എല്ലാ ദിവസവും ഒരു ബൈബിൾ റീഡിംഗ് പ്ലാനുണ്ട്. സോ ജനുവരി 1 കൊടുത്തിരിക്കുന്നത് ഞാനൊന്ന് നോക്കാം. നിങ്ങളൊന്ന് വായിച്ചേ എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ജെനസിസ് ചാപ്റ്റർ 1
verse number 1 to chapter 2 verse number 25. ഉൽപ്പത്തി പുസ്തകം 1:1 തുടങ്ങി 2:25 വരെയുള്ള ഭാഗങ്ങൾ ഇന്ന് വായിക്കണം. സോ ദാറ്റ് ഒരു വർഷം കൊണ്ട് ഫുൾ ബൈബിൾ വായിച്ച് തീർക്കും. ഞാൻ സാധാരണ പറയേണ്ടത് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ ജനുവരി 3-ാം തീയതി അതിൻ്റെ പരിപാടി തീരും. അങ്ങനെ റെസൊല്യൂഷൻ എടുക്കേണ്ട ചെയ്താൽ മതി. അതുകൂടാതെ മത്തായി എഴുതിയ സുവിശേഷം 1:1 മുതൽ 2:12 വരെ, അടുത്തത് സങ്കീർത്തനം 1:1 മുതൽ 6 വരെ, സദൃശ്യവാക്യങ്ങൾ 1:1 മുതൽ 6 വരെ. ഇത്രയും ഇന്ന് വായിക്കണം. രാവിലെ വൈകിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ വായിച്ച് തീർത്തിട്ട് അവിടെ ചില ബോക്സുകളുണ്ട്, അവിടെ ടിക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. എത്ര പേർ റെഡിയാണ്? കർത്താവേ, പരിശുദ്ധാത്മാവ്, യു ആർ അവർ പ്രൊഫസർ, യു ആർ അവർ റബായ്. നീയാണ് ഞങ്ങളുടെ ഗുരു, നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. യു ആർ വെൽക്കം ഹോളി സ്പിരിറ്റ്, കം help us wherever people are now. Lord, Holy Spirit, move Lord. Amen. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശുശ്രൂഷകരുടെ ഒരു മീറ്റിംഗ് നടക്കുക. പ്രധാനമായും ശുശ്രൂഷകരാണ് ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു ശുശ്രൂഷകൻ ഒരു വിഷൻ കണ്ടു. വന്ന ഗസ്റ്റ് സ്പീക്കറെ കുറിച്ച്, ശുശ്രൂഷിക്കാൻ വന്ന ആളെക്കുറിച്ച് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പാസ്റ്റർ ഈ ബൈബിള് തിന്നുന്നതായിട്ട് ഞാൻ കണ്ടു. തിന്നു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ സിംഹമായിട്ട് മാറി. ഞാൻ ഇന്നത് ഓർക്കുന്നു. വാവ്! ബൈബിൾ എന്ത് ചെയ്യുന്നു? വായിക്കുമല്ല, തിന്നുന്നു. എഹെസ്കേലിനോട് കർത്താവ് പറഞ്ഞു, ഈ ചുരുൾ തിന്നുക. യോഹന്നാനോട് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, ഈ ചുരുൾ തിന്നുക. വായിക്കുമല്ല, തിന്നുക. ഈറ്റ് അപ്പ് ദി സ്ക്രോൾ, ഈറ്റ് ദ ബുക്ക്. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. ഈ 2026 നമ്മൾ വചനം ഭക്ഷിക്കാൻ പോവുക. യേശു കർത്താവ് പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ അധ്വാനിക്കുവിൻ, അത് ദൈവോത്തരം നിങ്ങൾക്ക് തരും. സോ നമുക്ക് ശരീരത്തിന് ആഹാരം കഴിക്കണം. എല്ലാ ദിവസവും 3, 4, 5, 6 ഒക്കെ കഴിക്കാം. പക്ഷേ ആത്മാവിനുള്ള ആഹാരം കൊടുത്തെങ്കിൽ മാത്രമേ ആത്മമനുഷ്യൻ ഒരു സ്പിരിച്വൽ ജയൻ്റായി വളരുകയുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞു പോകുന്നത്, ഈ വർഷം വചനം മൊത്തം വായിക്കാനും പഠിക്കാനും വചനത്തിലൂടെ യാത്ര ചെയ്യുക. വേറെ ഒന്നും നടന്നില്ലെങ്കിൽ ഇത് നടക്കണം, ബാക്കിയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ നടന്നോളും. ഓക്കെ, ഈ ദിവസത്തേക്ക് ഒരു ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് ഫ്രേസ് ഓർ വേർഡ് ഈസ് ന്യൂ ബിഗിനിങ്സ്. എല്ലാവരും ഒന്ന് പറഞ്ഞ് പുതിയ ആരംഭങ്ങൾ. പറയാമോ? ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാം, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാം. 1000 പ്രാവശ്യം പറയാം ന്യൂ ബിഗിനിങ്സ്, പുതിയ ആരംഭങ്ങൾ. ചുമ്മാ നമ്മളൊരു വർഷം അവസാനിപ്പിച്ച് ഒരു പുതിയ വർഷത്തിലോട്ട് ചാടിക്കയറി. നോ, സീസൺ ചേഞ്ച് ചെയ്തു, കാലം മാറി, കാലാവസ്ഥ മാറി, ആത്മാന്തരീക്ഷം മാറുകയാണ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ന്യൂ ബിഗിനിങ്സ്. ഇന്നൊരു പുതിയ ദിവസമാണ്, ഒരു പുതിയ വർഷമാണ്, വർഷത്തിൻ്റെ ആരംഭമാണ്, പുതിയ സീസൺ ആരംഭിക്കുന്നു. നമ്മൾ എല്ലാവരും ഒന്ന് പറഞ്ഞ ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 1000 പ്രാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്തിടുക. പ്ലീസ് ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ. അപ്പോൾ നമ്മളൊരു പുതിയ ആരംഭം തുടങ്ങിയാണ്. എത്ര പേര് എക്സൈറ്റഡ് ആണ്? കയ്യൊക്കെ അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറ. ഹല്ലേലൂയ. സോ ഞാൻ വീണ്ടും പറയുന്നത്, ദിസ് ഇസ് നോട്ട് എ കലണ്ടർ ചേഞ്ച്. കലണ്ടർ നമ്മൾ മാറ്റി. ഇപ്പോൾ ബ്ലെസ്സിങ് ടുഡേയുടെ കലണ്ടർ എത്ര പേർക്ക് കിട്ടി? വർഷങ്ങളായിട്ടുള്ള എല്ലാ കലണ്ടറുകളും വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള പലരെയും കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ 2000 ചില്ലുവാൻ ആ സമയത്ത് തുടങ്ങിയുള്ള വർഷങ്ങളായുള്ള കലണ്ടറുകൾ പല വീടുകളിൽ ഇന്ന് അതിന് മുകളിലായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. സോ ഒരു കലണ്ടർ മാറ്റി അടുത്തൊരു കലണ്ടർ വന്ന ദിവസമല്ല ഇന്ന്. ദിസ് ഇസ് എ ഗോഡ് അപ്പോയിൻറ്റഡ് മൊമെൻറ്റ്. ദൈവമായി ലൈഫിൽ ഒരു പുതിയ ഈറ നമുക്ക് വേണ്ടി കർത്താവ് തുറന്നു തന്നിരിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 43:19 അതിൽ പറയുന്നത്, സീ ഐ എം ഡൂയിങ് എ ന്യൂ തിങ്, നൗ ഇറ്റ് സ്പ്രിങ്സ് അപ്പ്, ഡു യു നോട്ട് പെർസീവ് ഇറ്റ്? ഐ എം മേക്കിംഗ് എ വേ ഇൻ ദ വിൽഡർനെസ് ആൻഡ് സ്ട്രീംസ് ഇൻ ദ വേസ്റ്റ് ലാൻഡ്. എൻ്റെ മലയാളം ഇങ്ങനെയാണ്: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട,
പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, അതങ്ങ് മറന്നു കളഞ്ഞേക്കാൻ. പണ്ടത്തെ കാര്യമൊക്കെ അങ്ങ് മറന്നു കളഞ്ഞു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാം അങ്ങ് മറന്നേക്കാൻ പറ. അവരവരോട് പറ, പണ്ടത്തെ എല്ലാം ഇതുവരെയുള്ള എല്ലാം അങ്ങ് മറന്നേക്കാൻ പറ. അതിനുശേഷം പറയുക, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഓ മൈ ഗാഡ്, ഐ ആം എക്സൈറ്റഡ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളുമുണ്ടാക്കും. വാട്ട് എ പ്രോമിസ്! ഹല്ലേലൂയ. ഞാനിവിടെ ഈ കസേരയിലിരിക്കുന്നതുകൊണ്ടാണ്, വല്ല സ്റ്റേജിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഞാൻ ഓടി നടന്നേനെ. വാവ്. ഇനി ഇത് ഒറിജിനലി ആരോടാണ് സംസാരിച്ചത്? ഇസ്രായേലിനോട്, ഇസ്രായേൽ മക്കളോട്, യഹൂദന്മാരോട് ആണ് കർത്താവ് സംസാരിച്ചത്. എപ്പോഴാണ് സംസാരിച്ചതെന്നറിയാമോ? അവർ സ്വന്തം രാജ്യം നശിപ്പിക്കപ്പെട്ട് അവിടെ നിന്ന് അവരെ പിടിച്ചുകൊണ്ടുപോയി, പ്രവാസികളായ ക്യാപ്റ്റീവ്സായി പിടിച്ചുകൊണ്ടുപോയി ബാബിലോണിൽ പ്രവാസികളായി, അടിമകളായി ജീവിക്കുമ്പോൾ ആ സമയത്താണ് ദൈവാത്മാവ് ഇവരോട് ഇത് സംസാരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? സ്വന്തമായ നാടില്ല, വീടില്ല, കൂടില്ല, സ്വന്തമായ ഒരു മുറി എന്ന് വെച്ചാൽ ഒന്ന് ആശ്വാസത്തോടെ കിടക്കാൻ ഒരു രാജ്യമില്ല, ആരാധനയില്ല, ദേവാലയമില്ല, യാഗങ്ങളില്ല, പ്രസംഗിക്കാൻ ആളില്ല. ഓ 70 വർഷം അവർ ഈ ബാബിലോണിൽ അടിമകളായി കിടക്കുമ്പോൾ പ്രവാചക ശബ്ദം അവരെ നോക്കി വരികയാണ്. സി, ഐ ആം ഡൂയിങ് എ ന്യൂ തിങ്. ഇതാ പുതിയൊരു കാര്യം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. നൗ ഇറ്റ് സ്പ്രിങ്സ് അപ്പ്. അതിപ്പോൾ ഉത്ഭവിച്ചു വരും. ഡു യു നോട്ട് പെർസീവ് ഇറ്റ്? നിങ്ങൾ കാണുന്നില്ലേ? ഇവർക്ക് വല്ലതും കാണാൻ പറ്റുമോ? ഇവരിങ്ങനെ അടിമകളായിട്ട് ജീവിക്കുമല്ലേ. എന്നിട്ട് പറയാം, ഐ എം മേക്കിംഗ് എ വേ ഇൻ ദ വിൽഡർനെസ്. ഞാൻ മരുഭൂമിയിലൊരു വഴി തുറക്കുകയാണ്. ആൻഡ് സ്ട്രീംസ് ഇൻ ദി വേസ്റ്റ് ലാൻഡ്. പാഴും ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് നദികളെ ഞാൻ പുറപ്പെടുവിക്കും. ഇത് ഒന്ന് ചിന്തിച്ച്, നമ്മളാണ് ആ അവസ്ഥയിലെങ്കിൽ മറ്റൊരു രാജ്യത്ത് അടിമകളെപ്പോലെ പ്രവാസികളായി ജീവിക്കുമ്പോൾ ബാക്കിയെല്ലാം ഒരു സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊന്നും നടക്കാനും പോകുന്നില്ല. അങ്ങനൊരു സമയത്താണ് ഇങ്ങനൊരു വാഗ്ദത്തം കിട്ടുന്നത്. എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിയേ പ്ലീസ്. ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയാം. ഇന്ന് ജനുവരി 1-ാം തീയതി, വർഷത്തിൻ്റെ ആരംഭം. നിങ്ങളുടെ കണ്ണിൽ നോക്കി പരിശുദ്ധാത്മ നിറവിൽ ഞാൻ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ സംസാരിക്കുന്നു. ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യുകയാണ്. ഇനി കർത്താവ് പ്രത്യേകിച്ച് അവിടെ പറയുന്നൊരു കാര്യം, പഴയ കാര്യങ്ങളൊന്നും ഓർക്കുക. നോ, കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യുക, ഫയൽ ഡിലീറ്റ് ചെയ്യുക. പഴയ കാര്യങ്ങൾ, അവരെ ഇങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതും അവരെ എല്ലാവരെയും ബന്ദികളാക്കി, അടിമകളാക്കി കൊണ്ടുവന്ന കാര്യം മറന്നേക്ക്. ഇങ്ങനൊരവസ്ഥ ജിപ്സികളെപ്പോലെ, അനാഥകളെപ്പോലെ, അടിമകളെപ്പോലുള്ള ഇനിയൊരു ഭാവിയുണ്ട്. ജീവിതം എന്തായിത്തീരും? ഇങ്ങനൊരവസ്ഥയിലാണ് പറയുന്നത്, ഐ ആം ഡൂയിങ് എ ന്യൂ തിങ് ഇൻ യുവർ ലൈഫ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയാം, എൻ്റെ ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. എത്ര പേര് ആമേൻ പറയും? അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് കമൻറ്റ് സെക്ഷനിലോ ലൈവ് ചാറ്റിലോ ടൈപ്പ് ചെയ്തിടുക. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ പറഞ്ഞാൽ അതെൻ്റെയാണെന്ന് അർത്ഥം. അത് ഞാൻ പിടിച്ചെടുക്കുന്നു, അതെൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഗോഡ് ഈസ് നെവർ ലിമിറ്റഡ് ബൈ യുവർ പാസ്റ്റ് ഫെയിലിയേഴ്സ്. കഴിഞ്ഞ നാളുകളിലെ നിങ്ങളുടെ പരാജയങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ആത്മാക്കളെ നേടാൻ പറ്റിയില്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റിയില്ല, പല പ്രാവശ്യം പാപത്തിൽ വീണു, എഴുന്നേറ്റു, വല്ലാത്തൊരു ജീവിതം. അതിൽ ദൈവം കുരുങ്ങിക്കിടക്കുന്നത്, നമ്മളെ കുരുങ്ങിക്കിടക്കുന്നത്. God is not limited by your past failures or missed opportunities. ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പാഴായിപ്പോയി. ഒത്തിരി അവസരങ്ങൾ കൈവിട്ടുപോയി. പക്ഷേ അതിൻ്റെ അർത്ഥം ദൈവത്തിന് പുതുതായി ഒരവസരം സൃഷ്ടിക്കാൻ പറ്റില്ലെന്നല്ല. വി ആർ ലിമിറ്റഡ്, ബട്ട് ഹീ ഈസ് അൺലിമിറ്റഡ്. അടുത്തത്, യുവർ ഏജ്, റേസ്, നേഷനാലിറ്റി. നിങ്ങളുടെ പ്രായം. ചിലർ പ്രായം കൂടുതൽ, ചിലവർക്ക് പ്രായമായിട്ടില്ല. രമ്യാവിൻ്റെ കരച്ചിലതായിരുന്നു, ഐ എം എ ബോയ്.
ഈ മോശയുടെ കരച്ചിൽ ഐ എം 8 years, വാട്ട് ഷാൽ ഐ ഡു? ഇതൊന്നും ദൈവത്തിന് പ്രശ്നമുള്ളൂ. നിങ്ങൾ റേസ്, നിങ്ങളുടെ ഗോത്രം ഏതാണ്, വർഗം ഏതാണ്, നിങ്ങളുടെ ഏത് രാജ്യക്കാരനാണ്, കളർ എന്താണ്, വംശം ഏതാണ്, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഗോഡ് ക്യാൻ ഡു മിറക്കിൾസ് ഫോർ എനി വൺ ഓൺ എർത്ത്, എനി റേസ്, എനി ഏജ്, എനി നാഷണാലിറ്റി, എനി ട്രൈബ്, എനി എത്നിക് ഗ്രൂപ്പ്, എനി ലാംഗ്വേജ്. He is not limited by a wilderness contexts. ഇപ്പം മരുഭൂമിയിലാണ്. ദൈവത്തിന് മരുഭൂമി വിഷയമല്ല. മരുഭൂമിയെ മലർവാടിയാക്കുന്ന പരിപാടി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഹി ഈസ് ദ ഗ്രേറ്റ് കൺവേർട്ടർ. ഹി കൻ ട്രാൻസ്ഫോം എനി സിറ്റുവേഷൻ. ഇനി അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു മരുഭൂമിയുടെ അവസ്ഥയിൽ, ഊഷരഭൂമിയിൽ, നദികളില്ല, വെള്ളമില്ല, ദാഹിച്ച്, ഫൈനാൻഷ്യലി ഡ്രൈ ആൻഡ് സ്നേഹിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കാണ്, ഓ മൈ ഗോഡ്, ആ ഒരവസ്ഥയിലായിരിക്കാം. പക്ഷേ ദൈവം ഈ പരിമിതികൾ ദൈവം പരിമിതപ്പെട്ടിരിക്കുന്നില്ല. ഗോഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ലിമിറ്റേഷൻസ്. Now കർത്താവ് പറയുക, നമുക്കൊരു സ്റ്റാർട്ട് അഗെയിൻ, നമുക്കൊരു ഗിവ് യു എ ന്യൂ ബിഗിനിങ്. ഒരു പുതിയ വർഷം, ഒരു പുതിയ ആരംഭം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. സോ ഒരു കാര്യം ഇങ്ങനെ ഓർത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് ഹിസ്റ്ററി കൺസൾട്ട് ചെയ്യുന്നവരാണ് നമ്മൾ. 1973, 68, 96 എന്ത് സംഭവിച്ചു, ഈ കഴിഞ്ഞ വർഷം എന്ത് സംഭവിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ കർത്താവ് പറയുന്നത്, ഹി ഡസ് നോട്ട് കൺസൾട്ട് യുവർ ഹിസ്റ്ററി ടു ഡു എ ന്യൂ തിങ്. ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി കർത്താവ് ഒരിക്കലും നിങ്ങളുടെ ചരിത്രമൊന്നും അന്വേഷിച്ച് വരാൻ പോകുന്നില്ല. സോ ദൈവം പുതുതായി ചില കാര്യങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്യും, അവരവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന എത്ര പേർ വിശ്വസിക്കുന്നു? അവരുടെ കർത്താവ്, ഐ എം മേക്കിംഗ് എ വേ ഇൻ ദ വിൽഡർനെസ്. മരുഭൂമിയിൽ എന്ന് വെച്ചാൽ എ വിൽഡർനെസ് ഈസ് എ പ്ലേസ് ഓഫ് ഡ്രൈനെസ്, അല്ലേ? ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് നോ വിസിബിൾ ഡയറക്ഷൻ. ശരിക്കും കൃത്യമായി റോഡോ മാർക്കിങ്ങോ ഒന്നും അവിടെയില്ല, ഡയറക്ഷൻ ഇല്ല. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് കൺഫ്യൂഷൻ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ലോൺലിനെസ്. ഇങ്ങനൊരു സ്ഥലത്താണ് കർത്താവ് പറയുന്നത്, ഞാൻ ഒരു പുതിയ വഴി തുറക്കുകയാണ്, പുതിയ ആരംഭങ്ങളിടുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, മരുഭൂമിയിലാണ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് മൈ വർക്ക് ഇൻ ദ വിൽഡർനെസ് സിറ്റുവേഷൻ. വാവ്, എത്ര പേര് കർത്താവിനൊന്ന് സ്തുതിക്കും? ഒരു വലിയ ബഡാ ഹാലേലുയ പറ. മറ്റുള്ളവരുടെ ചെവി പൊട്ടിയാലും കുഴപ്പമില്ല, ഒരു ഹാലേലുയ പറ. വാവ്. ഈ ഹാലേലുയകൾക്ക് മതിലുകളൊക്കെ ഇടിച്ചിടാനുള്ള ശക്തി ഉണ്ട് കേട്ടോ. കോട്ടകൾ തകരണോ, കാരാഗ്രഹം പൊളിക്കണോ, നിങ്ങളുടെ ഒരു ഹാലേലുയയ്ക്ക് അതിനുള്ള ശക്തിയുണ്ട്. ഹാർട്ടിൽ നിന്ന്, സ്പിരിറ്റിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന് ഒരൊറ്റ ഹാലേലുയ പറഞ്ഞാൽ വീഴാനുള്ളതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ താഴെ വീണിരിക്കും. യുവർ വിൽഡർനെസ് ഈസ് നോട്ട് യുവർ എൻഡ്. മരുഭൂമിയുടെ അനുഭവത്തിലാണ് ഞാൻ ബ്രദറെ എന്ന് പറയുന്ന എല്ലാവരോടും ഞാൻ ദാറ്റ് ഇസ് നോട്ട് യുവർ എൻഡ്, ദാറ്റ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ സ്റ്റോറി. ജീവിതത്തിൻ്റെ അവസാനം അവിടെയല്ല. ഇറ്റ് ഈസ് ദ വർക്ക്ഷോപ്പ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദൈവകൃപയുടെ പണിപ്പുരയാണ് വിൽഡർനെസ്, മരുഭൂമി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവകൃപയുടെ പണിപ്പുരയാണ്. ഓ, ഐ ഫീൽ ദി അനോയിൻറ്റിങ്. ദൈവകൃപയുടെ പണിപ്പുരയാണ് മരുഭൂമി. പറ, ടൈപ്പ് ചെയ്തിട്ട് 1000 പ്രാവശ്യം, ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്ത് നിർത്തരുത്. വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ദൈവകൃപയുടെ പണിപ്പുരയാണ് മരുഭൂമി. പറ, ദൈവകൃപയുടെ പണിപ്പുരയാണ് മരുഭൂമി. വീണ്ടും പറ, ദൈവകൃപയുടെ പണിപ്പുരയാണ് മരുഭൂമി. വാവ്, ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, നൗ ഇറ്റ് സ്പ്രിങ്സ് അപ്പ്. അതിപ്പോൾ ഇങ്ങനെ ഉത്ഭവിക്കും. സ്പ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ നിന്നൊരു ഉറവിങ്ങനെ പൊങ്ങുന്നത് പോലെ. അതാണ് സ്പ്രിങ് അപ്പ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വാൽവ് തുറക്കുമ്പോൾ തന്നെത്താൻ ഇങ്ങനെ ഒരു സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട്. സ്പ്രിങ് ചെയ്യുമ്പോൾ സ്പ്രിങ്ക്ലർ. അപ്പോൾ അത് ഓണാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് ചുറ്റും തളിച്ചുകൊണ്ടിരിക്കും. സോ ഇതുപോലെ ഇറ്റ് വിൽ സ്പ്രിങ് അപ്പ്. ഡു നോട്ട് പെർസീവ് ഇറ്റ്. അപ്പോൾ ദൈവം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ വലിയ ഭീകരമായിട്ടൊന്നും ദൈവം തുടങ്ങുമ്പോൾ എപ്പോഴും ചെറുതായിട്ടാണ് തുടങ്ങുന്നത്. ഗോഡ് ഓൾവേസ് ബിഗിൻസ് ഇൻ എ വെരി സ്മോൾ സ്കെയിൽ. ചെറുതായിട്ട് ഇറ്റ് വിൽ സ്പ്രിങ് അപ്പ്. ചെറിയൊരു ഉറവ് പോലെ, അത്രേ ഉള്ളൂ.
this beginning may be subtle, gentle and internal. ചെറുതായിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ജനുവരി 1-ാം തീയതി ദൈവം എന്തോ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഗേറ്റ് തുറന്നിട്ടുകൊണ്ട് ഭീകരമായ എന്തോ കയറി വരും. നോ, അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും തുടങ്ങുന്നത്. ഹാർട്ടിൽ ഒരു ചെറിയ പ്രത്യാശയുടെ ഒരു സ്പാർക്ക്. ദൈവം ഈ വർഷം എന്തോ ചെയ്യും, മതിയല്ലോ. ഇറ്റ് വിൽ സ്പ്രിങ് അപ്പ്. ചെറുതായിട്ട്. വാവ്. ഭീകരമായ ഒന്നും ഈ ജനുവരി 1-ൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിലും അകത്ത് ഒരു വിശ്വാസം, ചെറിയൊരു വിശ്വാസം, കടുകുമണി പോലൊരു വിശ്വാസം, ഒരു ചെറിയൊരു റേ ഓഫ് ലൈറ്റ്, ചെറിയൊരു എക്സ്പെക്റ്റൻസി. ദാറ്റ്സ് എനഫ്. അത് മതി. ഇറ്റ് കുഡ് ബി സട്ടിൽ, ജെൻറ്റിൽ ആൻഡ് ഇറ്റേണൽ. നോ പ്രോബ്ലം. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വിവേചനം ആവശ്യമാണ്. ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം വളരെ ജെൻറ്റിൽ വേയിലേ പ്രവർത്തിക്കും. ഐ ഫീൽ ദി അനോയിൻറ്റിങ്. കർത്താവ് പറയുന്നത് സ്ട്രീംസ് ഇൻ ദ വേസ്റ്റ് ലാൻഡ്. പാഴും ശൂന്യമായി കിടക്കുന്ന ആരും മേടിക്കാത്ത സ്ഥലം. ആ സ്ഥലത്ത് ഞാൻ ഉറവകൾ. എല്ലാവരും പറഞ്ഞു ഉറവകൾ. 1000 പ്രാവശ്യം പറ ഉറവകൾ. ടൈപ്പ് ചെയ്ത സ്ട്രീംസ് ഉറവുകൾ. നദികൾ, ഉറവുകൾ. Where there is no supply, where there is no supply line, where there is no supply chain, God releases unexpected streams. ദൈവം ചെയ്യാൻ പോകുന്നു. ആരുമില്ല, തരാനൊന്നുമില്ല, പക്ഷെ ദൈവം അയക്കുകയാണ്. അത് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ജനുവരി 1 ഈ ദിവസം ഞാൻ ഇത് ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനം, ഒരു പ്രവാചകൻ വന്ന് പറയുവാണ്, നിങ്ങളിവിടെയൊക്കെ കുഴികൾ വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാറ്റ് കാണില്ല, മഴ കാണില്ല, പക്ഷേ ഈ കുഴികളൊക്കെ വെള്ളം കൊണ്ട് നിറയ്ക്കും. കാറ്റില്ല, മഴയില്ല, ഒന്നുമില്ല, പക്ഷേ നിറയും. ദാറ്റ് ഈസ് ഗോഡ്. ഒരു ലക്ഷണം ഇല്ലെങ്കിലും ദൈവം പ്രവർത്തിക്കുന്നു. ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിലും ദൈവം പ്രവർത്തിക്കും. സോ ഇന്ന് കർത്താവ് ഭയങ്കരമായൊരു റിഫ്രഷിങ് അനുഭവം കർത്താവ് തരികയാണ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഒരു റിഫ്രഷ്മെൻറ്റ് വരാൻ പോകുന്നു, ഒരു പുതിയ ആരംഭം. ഭീകരമായ ഒന്നും വിസിബിളായി കണ്ടില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അകത്ത് ചിലത് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. വാവ്, ഹല്ലേലൂയ. കൈ കൊണ്ട് നീട്ടാമോ? കർത്താവേ, ഇന്ന് ഇത് കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് ബ്ലെസ് ചെയ്യണമേ. അകത്തൊരു പ്രത്യാശ ഉണ്ടാകട്ടെ, അകത്തൊരു പ്രതീക്ഷ ഉണ്ടാകട്ടെ, വലിയ വിശ്വാസം ഉണ്ടാകട്ടെ, ഉറപ്പുണ്ടാകട്ടെ. എൻ്റെ ദൈവം ചെയ്യും. പറഞ്ഞേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ വർഷം പ്രവർത്തിക്കും. ഇതുവരെ മുടങ്ങി കിടക്കുന്ന, പെൻഡിങ്ങിൽ കിടക്കുന്നത് ഈ വർഷം റിലീസാകും. ഇൻ ജീസസ് നെയിം. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. ഈ സ്മോക്കിംഗ് ഹാബിറ്റ് വിട്ട് മാറട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ ഈ കൊളസ്ട്രോൾ സംബന്ധിച്ചുള്ള എന്തൊക്കെയോ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ബാരൻ വൂംസ്, വന്ധ്യതയുള്ള ഗർഭപാത്രങ്ങൾ ഈ വർഷം അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞാനിപ്പോൾ ബ്ലെസ് ചെയ്തിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും തൊട്ടതിനായി നന്ദി. എല്ലാവരും കൈ നീട്ടി പിടിച്ചു. ഈ വർഷം നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. താങ്ക് യു ജീസസ്. The year of the supernatural, the year of the supernatural, the year of the supernatural. മാനുഷിക ബുദ്ധിക്കും പ്രകൃതി നിയമങ്ങൾക്കും അപ്പുറത്തുള്ള പലതും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഈ വർഷം നടക്കേണ്ടതിനായി റിലീസ് ചെയ്യുന്നു. ബ്ലെസ് യുവർ പീപ്പിൾ ഇൻ ജീസസ് നെയിം. ആമേൻ. സോ ഹാപ്പി. ജനുവരി 1 തന്നെ നമുക്കിങ്ങനെ കൂടാൻ പറ്റുമല്ലോ, പഠിക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഈ 1-ാം തീയതി 2-ാം തീയതി കൊണ്ട് 3-ാം തീയതി കൊണ്ട് ഇതൊന്നും അവസാനിപ്പിക്കരുത്. 365 ദിവസവും സൺഡേ മോർണിംഗ് ഗ്ലോറി ഇല്ല. അന്നത്തെ ദിവസം തന്നെത്താൻ വായിക്കാനുള്ളത് വായിക്കണം. ആരും ഗൈഡ് ചെയ്യാൻ കാണില്ല. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.